അത് ഞാൻ സാറിനോട് അവിടെ ഇത് ഐഡിയ അന്നേരം കിട്ടിയില്ല അല്ലേ? ശരിക്കും ഞാനിവിടെ വണ്ടി കാണുന്നുള്ള പ്രതീക്ഷ. കൃത്യമായി ടാക്സ് സെസ് എല്ലാം ഉൾപ്പെടെ ടിക്കറ്റ് വിഷയം എന്നുണ്ടോ നിങ്ങള്? എത്ര നാളെ കൊണ്ട് ഇങ്ങനെ സർവീസ് ഈ വണ്ടി എടുക്കുന്നില്ല, ഈ വണ്ടി എടുക്കത്തില്ല. ഈ വണ്ടിയിൽ നിന്ന് വന്ന വാഹനത്തിൽ അങ്ങനെയില്ല. എന്നതാണ് ഓടിക്കാതെ കയറുന്ന? ഓൾറെഡി 2-3 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നു വന്നത്. പിന്നെ ഈ മാറി കയറുന്നത് അല്ല. എന്താണ് നിങ്ങൾ എടുക്കുന്നത്? രണ്ടാഴ്ച മുന്നേ ഞാൻ വണ്ടിയിൽ വന്നാണ് ഇതേപോലെ. ഇന്നലെ ഉണ്ടാകുന്ന പാസഞ്ചറാണ് ഈ വണ്ടിക്കകത്ത്. ഇന്നലത്തെ അവസ്ഥ 2 മുന്നത്തെ പാസഞ്ചറാണ് ഞാൻ. ഒരു ദിവസമൊക്കെ പറ്റും വണ്ടി കേടാവും, എല്ലാ വണ്ടി കേടാവും, ഒരു ദിവസം മാറ്റും. 2 മുന്നത്തെ പാസഞ്ചറാണ് ഞാൻ. ഇതേ അവസ്ഥ തന്നെയായിരുന്നു. 3 തവണ വണ്ടി മാറി കയറിയത്. അങ്ങനെ സ്വിഫ്റ്റിന്റെ വണ്ടി പോലീസിനെ വിളിക്കും. നിന്റെ നമ്പർ ആയിരുന്നോ? 911 എണ്ണി വരുത്ത നീയാ ഇന്നലെ പോയിട്ട് നീ കുളച്ചുകൊണ്ട് വണ്ടിട്ടാ എന്നിട്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വണ്ടി മാറി മഴയത്ത് 10-15 പിള്ളേരെ പറ്റുണ്ട്. ഇന്നലെ മൊത്തം പിള്ളേർ ഫാമിലി വണ്ടിയാണ് ഒന്നുകൂടി അങ്ങോട്ടേക്ക് വന്നത്. ചലവാപ്പും കോപ്പും കൊടുത്തേക്കണത് കേസായിട്ട് ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്നത് കാണിച്ചു തരാം. വണ്ടി ഓൾറെഡി 4 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നു വണ്ടിയാണ്. ഞങ്ങൾ ഷിഫ്റ്റും ടിക്കറ്റ് പറയുന്ന പൈസയും കൊടുത്ത് എല്ലാം ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ഇവിടെ വണ്ടി ഈ വണ്ടിക്കകത്ത് പോകാനാണ്. ഈ വണ്ടിക്കകത്ത് പറഞ്ഞു അതല്ല പോട്ടെ, അവിടെ ബ്ലോക്കിൽ കിടന്ന വണ്ടി പോലീസിനെ നിങ്ങൾ ആരോഗ്യം വിളിക്കും, എനിക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കും. ബാക്കി സ്റ്റേഡിയം നോക്കുന്നു. ഞാൻ ഇറക്കിക്കോളാം. ഈ വണ്ടിക്കാരൻ ഈ വണ്ടിയുടെ സർവീസ് എന്നിട്ട് ഈ കൂടെ വണ്ടി കൊണ്ടാണ് നിങ്ങൾ ആലപ്പുഴ വണ്ടി കൊണ്ടുവന്നത്. സാറേ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെല്ലാം സ്വിഫ്റ്റിന് ടിക്കറ്റ് എടുക്കുന്നത് ഈ പേട്ട വണ്ടിക്ക് പോകണമെന്ന് സാറ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വണ്ടിയുടെ സർവീസാണ് നിങ്ങൾ ഈ വണ്ടിക്ക് ഞങ്ങളെ വണ്ടി ഞങ്ങളല്ല ചേട്ടാ. ഇത് ഇന്ന് തുടങ്ങിയ സർവീസ് ഓക്കെ. ഒരു ദിവസം നമുക്ക് ക്ഷമിക്കാം. ഇത് എല്ലാ ദിവസവും ചേട്ടാ നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾക്ക് സമയമില്ലേ, ഞാൻ സംസാരിക്കാം. മാറി വണ്ടിക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ, വണ്ടി പോവല്ലോ ഇത്. നിങ്ങൾ മാത്രം സ്വിഫ്റ്റ് മഴ നനയിച്ച് കൊച്ചു പിള്ളേരെ അടക്കം എല്ലാവരെയും മഴ നനയിച്ചു. ആ പയ്യന്മാരാണ് 6-5 ഞങ്ങൾ അവിടെ എത്തിച്ചത്. 3 അമ്പലം എത്തിച്ചു.
അതിനുശേഷം ഇന്നും ഈ വണ്ടികൾ ഈ മഴയത്ത് ആൾക്കാർ ഇത്ര സമയങ്ങളെ ഞാൻ ഈ വണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇപ്പൊ ഞങ്ങള് സാറേ ഞങ്ങള് ആലപ്പുഴയ്ക്ക് പോവുക. ഈ പറഞ്ഞ വണ്ടി ഈ മഴയത്ത് നിർത്തിയിട്ട് ഞങ്ങളെല്ലാം ഇറങ്ങി അതിനകത്ത് കയറിയിട്ട് ഈ വണ്ടി ആലപ്പുഴ പോകും. ഞങ്ങളിവിടെ 1 മണിക്കൂറാണ് ഞങ്ങൾ 1 മണിക്കൂറാണ്. എത്ര മണിക്കൂറായി നമ്മൾ നിൽക്കുന്നത് ഇവിടെ? ഈ ബസ്സിന് മംഗലാപുരം പോകാനുള്ള പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ ബസ്സും അതിൻ്റെ യാത്രക്കാരെ തട്ടുകൊണ്ടിട്ട് വന്ന് ഈ തിരിച്ചു വരുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റി വിടാൻ പറഞ്ഞിട്ടുള്ള ഡയറക്ഷൻ ഞങ്ങൾ ജീവനക്കാർക്ക് ആ പറയുന്നതല്ലേ ഞങ്ങൾക്ക് അതിൻ്റെ പ്രകാരം ഞങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഈ ഇവിടെ കിടക്കുകയാണ്. കാരണം ഇവർ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കിടക്കുകയാണ്. പിന്നെ കണ്ണൂർ കാസർഗോഡ് നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ വേറെ വണ്ടിക്കകത്ത് മിന്നൽ പോയതിനകത്തൊക്കെ ഞങ്ങൾ കയറ്റി വിട്ടു. ഓൾറെഡി ഞങ്ങൾ ഈ ഡീലക്സ് പാട്ടോളി എത്ര പ്രാവശ്യം പറഞ്ഞു? ഞാൻ 2 ഇന്നലെ വൈകിട്ട് വിളിച്ചു പറഞ്ഞു. 2 ആഴ്ച മുന്നേ ജീവനക്കാരുടെ മുമ്പിൽ കയറിയിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ ജീവനക്കാരുടെ മുമ്പിൽ കയറിയിട്ട് കരി പറഞ്ഞിട്ടോ കാര്യമുണ്ടോ? ഇപ്പൊ ഈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സാറേ ഇത് ചേഞ്ച് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ചേട്ടാ നിങ്ങൾ ഇവിടെ വണ്ടി കാസർഗോഡ് വേറെ വണ്ടി കാസർഗോഡ് വേറെ വണ്ടി അറേഞ്ച് ചെയ്യും. ചേട്ടൻ ഞങ്ങള് കൊല്ലൂർക്ക് പോകാൻ നിൽക്കുന്നതാ. ഇത്ര വൈകി ഞങ്ങൾ പോകണ്ടേ കാര്യം? സെയിം ഫെസിലിറ്റീസ് ഉള്ള വണ്ടിയാണ് ഇത്. ഒരു കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാ. സാറൊന്ന് കയറി വെക്ക് സാറേ, ഒരു കുഴപ്പമില്ല. പുറമേനത്ത് ലുക്കില്ലെന്നുള്ളൂ, ഉള്ളിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ആ പുഷ് ബാക്ക് സീറ്റ് എന്ത് വേണം പിന്നെ? പിന്നെ 2 ബസ്സിനും അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുക, കാര്യങ്ങൾ യാത്രയാക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് മാറി കയറാം. ഇവർക്ക് ഈ ജീവനക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ദിവസം ഓക്കെ, 2 ദിവസം ഓക്കെ. ഇത് കഴിഞ്ഞ് 2-3 ആഴ്ച ഇതേ സ്ഥിരം പരിപാടി കഴിയുമ്പോൾ ജീവനക്കാർക്കും ഇന്നലെ വന്ന പാസഞ്ചേഴ്സ് ഇന്നലെ വന്ന പാസഞ്ചേഴ്സ് ഞാനവിടെ മെഡിക്കലിലുള്ള അല്ല, ഞാൻ എൻ്റെ സജഷൻ പറഞ്ഞില്ല. ഇതിപ്പോൾ ഇവർ ജീവനക്കാർക്ക് പ്രത്യേകിച്ചായിരുന്നു കാണിക്കാനില്ല. സാർ ഉത്തരവാദിത്തപ്പെട്ടവരോട് വേറെ വണ്ടി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഇവർക്കുള്ളത് ഈ വണ്ടി ഞങ്ങൾ ചേട്ടാ ഇനി മിണ്ടാണ്ടിരി. അല്ല ഇനി വണ്ടി അറേഞ്ച് ചെയ്ത സമയം ഞങ്ങൾക്ക് സാറേ ഞങ്ങൾക്ക് അവിടെ പരിപാടി ഉണ്ട്. അതിന് ഞങ്ങൾക്ക് എത്ര കാര്യമില്ല. ഞാൻ പറയുന്നത് ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് മൈസുണ്ടാക്കിയ പൈസ ഒരു കാര്യമില്ലാതെ ഇവർ പറയുന്ന ക്രൈറ്റീരിയക്ക് ഇന്നെ പോലെ പോകാൻ ഇന്നെ പൈസ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നെ പൈസ മേടിക്കുന്നത്. അപ്പോൾ ആ മേടിക്കുന്ന സർവീസ് തന്നില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കൺസ്യൂമർ റൈറ്റ്സ് വയലേഷൻ ആണത്. അതൊക്കെ എന്തായാലും കൊടുക്കാണ്ടിരിക്കുന്നില്ല. പക്ഷെ അത് ഇവരെ പറഞ്ഞിട്ടോ അവരെ പറഞ്ഞിട്ടോ കാര്യമില്ല. ഞാനതാ ചോദിക്കണേ, കാര്യമില്ല. ഞാനതെല്ലാവരും ചോദിക്കണം, എന്തിനാ ഇവിടെ ചെയ്തോണ്ട് എന്ത് കാര്യം? ജോയിന്റ് പെറ്റീഷൻ കൊടുക്കും. വേറെ ഓർത്ത് അങ്ങനെ നാളെ മതി നമുക്ക് കൊല്ലൂർക്ക് പോലെ നാളെ വേണം.